45-ാം വയസ്സിൽ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് 35-കാരി മിനി. ഇരുകാലുകളും തളർന്ന മിനി. പക്ഷെ ഇന്ന് ഞാൻ എവിടേക്കോ എത്തി, എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നി. ഇത് മിനി ചെല്ലൂർ. 3-ാം വയസ്സിൽ പോളിയോ രോഗം ശാരീരികമായി തളർത്തി പുറം ലോകവുമായുള്ള ബന്ധത്തെ വേർപെടുത്തി വീടിന്റെ ഇരുണ്ട കോണിൽ സ്വപ്നങ്ങൾക്ക് തടയണകൾ തീർത്ത് 32 വർഷം മുന്നോട്ടു പോയെങ്കിലും 35-ാം വയസ്സിൽ സാക്ഷരതാ മിഷൻ പദ്ധതിയിലൂടെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പിച്ചവച്ചു തുടങ്ങിയ മിനി ചെല്ലൂർ ഇന്ന് കേരളത്തിൽ നടത്തിപ്പോരുന്ന പരീക്ഷകളിലെ സ്ഥിര ചോദ്യത്തിനുത്തരമായി മാറിയിരിക്കുന്നു. ആരാണ് മിനി ചെല്ലൂർ? എന്താണ് മിനി ചെല്ലൂർ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് മിനി. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ചെല്ലൂർ എന്ന സ്ഥലത്താണ്. എനിക്ക് അമ്മയും 2 സഹോദരങ്ങളാണുള്ളത്. കുട്ടിക്കാലം മുതലേ പോളിയോ ബാധിച്ചത് കാരണം എൻ്റെ കാലുകൾ കൊഴിഞ്ഞത് കൊണ്ട് പുറത്തിറങ്ങാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പോളിയോ ബാധിച്ചത് കാരണം വീട്ടിനകത്ത് തന്നെയായിരുന്നു ജീവിതം. ഒരു ഇരുളടഞ്ഞ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുറത്തിറങ്ങാനോ മറ്റുള്ളവരുമായിട്ട് സൗഹൃദം പങ്കിടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ അവരെ മുന്നേക്ക് വരാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. എൻ്റെ പ്രായമുള്ള കുട്ടികളൊക്കെ കളിച്ച് നടക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കൂളിൽ പോകാനുള്ള ആ ഒരു കാലഘട്ടത്തിൽ വേണ്ടത്ര സ്കൂളിൽ പോകാനോ മറ്റുള്ള കാര്യത്തിനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ആരോട് സൗഹൃദം പങ്കിടാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവരെ അഭിമുഖീകരിക്കാൻ എനിക്ക് മടിയായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ അതുകൊണ്ടായിരിക്കാം എനിക്ക് ആരോടും സമ്പർക്കം കുറവായിരുന്നത് കൊണ്ട് അങ്ങനെ പോവുകയായിരുന്നു. സ്കൂളിലും പോകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ കൂടെ കുത്തിനടുപ്പ് ബാഗൊക്കെ എടുത്ത് പോകണമെന്ന്. പക്ഷെ എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. വീടിനകത്ത് തന്നെ ആയിരുന്നു എൻ്റെ ജീവിതം, ഒരു നിരാശപ്പെട്ട ഒരു ജീവിതം. ഒരുപാട് സൗഹൃദങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഈ ചുറ്റുപാടുന്ന് കാണുന്ന കുട്ടികൾ മാത്രമായിരുന്നു എൻ്റെ കൂട്ടുകാർ. അവരിടയ്ക്ക് വരുമ്പോൾ അതായിരുന്നു എൻ്റെ ലോകം. മറ്റതെന്നും ഈ നിരാശപ്പെട്ട ജീവിതത്തോട് പൊരുത്തപ്പെട്ട് പോവുമായിരുന്നു ഞാൻ. കുറേ ഇപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വരാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ VP ചെല്ലൂർ. വലിയൊരു സന്തോഷത്തിന്റെ നിറവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കേവലം 3 വർഷങ്ങൾ കൊണ്ടാണ് മിനി ഇത്രയും വലിയ നിലയിൽ എത്തിപ്പെട്ടത്. മിനിയുടെ ഓരോ വിജയങ്ങളും എന്റേതും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രവൃത്തിയിലാണ് കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു സ്വപ്നമായിരുന്നു. ഒരു ദിവസം സന്ധ്യ നേരത്ത് ഒരാൾ വന്നിട്ട് സാക്ഷരത പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ആദ്യം എനിക്ക് സമ്മതമൊന്നും തോന്നിയില്ല. പിന്നീട് ഞാൻ സമ്മതിച്ചത്. അക്ഷരങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കാതെ പോയ അക്ഷരങ്ങൾ പഠിക്കാതെ എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനുശേഷം എനിക്ക് പുസ്തകങ്ങളും പേനയൊക്കെ കിട്ടി. ഞാൻ സ്ലേറ്റിൽ കുറേശ്ശെ എഴുതാൻ തുടങ്ങി. ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ എല്ലാവരും എൻ്റെ സൗകര്യാർത്ഥം എല്ലാവരും വീട്ടിലേക്ക് വന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. എനിക്കത് വലിയ ഉത്സാഹമായിരുന്നു. വെച്ചാൽ അവരെ കൂടെ ഇരുന്ന് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് വേഗം അക്ഷരങ്ങൾ പഠിയുന്നത് പോലെ തോന്നിയിരുന്നു. മിനിയെ സാക്ഷരത പഠിപ്പിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. ഒരുപക്ഷെ സാക്ഷരതാ പദ്ധതി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രതിഭയെ നമുക്ക് നഷ്ടമായിരുന്നു. 35 വർഷത്തോളം വീടിന് പുറത്തിറങ്ങാതെ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ച ഒരാൾ സാക്ഷരതാ പഠനത്തിലൂടെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുകയും അതിലൂടെ അവരുടെ ജീവിതം തന്നെ മാറിപ്പോവുകയും ചെയ്തു. ഒരുപാട് പരിമിതികളെ തരണം ചെയ്താണ് മിനി ഈ വിജയങ്ങളെല്ലാം കരസ്ഥമാക്കിയിരുന്നത്. എവിടെ എത്തിക്കൊടുത്തിട്ടല്ല യാത്ര തുടങ്ങിയത്. കുറച്ചൊക്കെ ഇങ്ങനെ എത്തി തോന്നുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കണം എന്ന് തോന്നി.
പിന്നെ ഞാൻ കൂടുതൽ എഴുതാൻ ആഗ്രഹിച്ചു. അങ്ങനെ മാഷ് തന്നെ അതിന് വേണ്ടുന്ന പുസ്തകങ്ങളും പേനയൊക്കെ കൊണ്ടുവന്ന് തന്നു. എന്ത് എഴുതുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചുറ്റുപാട് കാണുന്നതെല്ലാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓരോന്ന് കുറിച്ചെടുക്കാൻ തുടങ്ങിയ അത് പിന്നെ അക്ഷര കൈരളിലും മറ്റു മാസികകളിലും പ്രസിദ്ധീകരിച്ചൊക്കെ വരികയുണ്ടായി. അപ്പം എനിക്ക് ഒരുപാട് എഴുതണമെന്നും കൂടുതൽ ഉത്സാഹമായി അത് കണ്ടപ്പോൾ. വീണ്ടും കുട്ടിക്കാലത്ത് കിട്ടാതെ പോയത് ഇവിടുന്ന് നേടിയെടുക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങിയത്. സാക്ഷരതാ മിഷനിൽ തന്നെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സാക്ഷരതാ മിഷനിലെ ചിത്ര മേഡവും വാസന്തേച്ചിയും ബാബു സാറൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവരെപ്പോഴും എന്നെ വിളിച്ച് അന്വേഷിക്കുകയും സൗഹൃദങ്ങൾ പങ്കിടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വെച്ചാൽ അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലിൽ ഞാൻ വന്നെത്തിയത് സാക്ഷരതാ മിഷനിൽ തുടങ്ങിയതിന് ശേഷമാണ്. അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളും അക്ഷരങ്ങളും എല്ലാം കിട്ടിയത്. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ സപ്പോർട്ട്, എല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു. അക്ഷര കൈരളിയിൽ കുറിപ്പുകൾ വന്നപ്പോൾ അവരുടെ വക എനിക്ക് മെമൻറ്റോ തന്ന് ആദരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സാക്ഷരതാ മിഷനിലെ ചിത്ര മേഡം എനിക്കൊരു സഹോദരിയെ പോലെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കും. വീട്ടിലത്തെ കാര്യങ്ങളായാലും മറ്റെല്ലാ കാര്യങ്ങളും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്നത് മേഡാണ്. അക്ഷരങ്ങളെ പഠിച്ചെടുത്ത് 2 പുസ്തകങ്ങളുടെ രചയിതാവായി. ആ 2 പുസ്തകങ്ങൾക്കും 2 അവാർഡുകളും കരസ്ഥമാക്കി. മിനിയുടെ സ്വപ്നങ്ങളെ, വേദനകളെ, നൊമ്പരങ്ങളെ പകർത്തി വെച്ചതാണ് മിനിയുടെ 2 പുസ്തകങ്ങളും. മിനിയുടെ ഹൃദയമാണ് പറയുന്നുണ്ടല്ലോ, അതെന്തായിരുന്നു ചോദിക്കുമ്പോൾ അതിന്റെ ഹൃദയമായിരുന്നു. 2 പുസ്തകങ്ങളും എനിക്ക് ഒരുപാട് സന്തോഷം തന്ന സമയങ്ങളായിരുന്നു. ആദ്യ പുസ്തകം എറണാകുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത തിരക്കഥാകൃത്ത് SN സ്വാമിയായിരുന്നു പ്രകാശനം ചെയ്തത്. 2ാമത്തെ പുസ്തകമായ ഓർമ്മയുടെ ഒറ്റയടിപ്പാതകൾ കുറ്റിപ്പുറം ഇല ഫൗണ്ടേഷനിൽ വെച്ച് MLA മാരായ ആബിദ് ഹുസൈൻ തങ്ങളും മുഹമ്മദ് മുഹ്സിനും ചേർന്ന് പ്രകാശനം ചെയ്തു. അവിടെ എല്ലാവർക്കും എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. എല്ലാവരും വന്ന് എന്നോട് സംസാരിച്ചു, സൗഹൃദം പങ്കിട്ടു, ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു നല്ല നിമിഷമായിരുന്നു അന്ന്. MLA വന്ന് വരുമ്പോൾ തന്നെ MLA എൻ്റെ അടുത്ത് വന്ന് കൈ പിടിച്ച് സംസാരിക്കുകയും സൗഹൃദം ഞാൻ കാണാൻ അയച്ച ഒരാളായിരുന്നു പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ എന്ന് പറഞ്ഞവർ. എന്തൊക്കെ കുട്ടിക്കാലം മുതലേ അവരെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സാറിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് ആരെയും അറിയില്ലെങ്കിലും അവർക്ക് എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് ആരെയും അങ്ങനെ പരിചയമില്ല. അവർക്കെല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഫോട്ടോ എടുത്തു. 1ാം ക്ലാസ് മുതലൊക്കെ അക്ഷരങ്ങളൊക്കെ പഠിച്ച് എഴുതി വന്നാൽ ചിലപ്പോൾ എനിക്ക് ഇതുപോലെ എഴുതാൻ കഴിഞ്ഞോളുന്നില്ല. 2ാമത്തെ പുസ്തകമായ ഓർമ്മയുടെ ഒറ്റയടിപ്പാതകൾ എന്ന പുസ്തകത്തിലൂടെ എഴുത്തച്ഛൻ മലയാള സാഹിത്യ കേന്ദ്രത്തിന്റെ ടാലന്റ് ഓഫ് ദ ഇയർ പുരസ്കാരവും മിനി തേടിയെത്തി. എൻ്റെ 2ാമത്തെ പുസ്തകമായ ഓർമ്മയുടെ ഒറ്റയടി പാതകൾക്ക് എഴുത്തച്ഛൻ മലയാള സാഹിത്യ കേന്ദ്രത്തിന്റെ ടാലന്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ആ പുസ്തകവും ലൈവ് ബുക്ക് തന്നെയാണ് പുറത്തിറക്കിയത്. 35ാം വയസ്സിൽ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനൊരു എഴുത്തുകാരിയായിട്ട് അറിയപ്പെടുമെന്നോ ഞാൻ എഴുതിയത് എവിടെയെങ്കിലും അച്ചടിച്ച് വരുമെന്നോ ഒന്നും. വെറുതെ ഇങ്ങനെ എഴുതുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അതിലെന്തൊക്കെയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതാൻ തുടങ്ങിയതും മറ്റു മാസികകളിൽ അച്ചടിച്ച് വന്നതൊക്കെ. മിനി ഒറ്റയ്ക്കല്ല, ഈ ഒറ്റയടി പാതയിൽ ഞങ്ങളെല്ലാവരും മിനിക്കൊപ്പം ഉണ്ട് എന്ന് ഏറെ സ്നേഹത്തോടെ പങ്കെടുത്തു. ഒരുപാട് കഴിവുകളുള്ളൊരു ആളാണ് മിനി. ആരും അറിയാതെ വീടിൻ്റെ ഉള്ളിൽ കഴിയേണ്ടവളല്ല. ആദ്യമൊന്നും പുറത്തേക്ക് ഇറങ്ങാനോ മറ്റൊരാളോട് സംസാരിക്കാനോ ഒന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സാക്ഷരതയിൽ വന്ന് ചെറിയ മത്സരങ്ങളിൽ ഒക്കെ പങ്കെടുത്തു. സാക്ഷരതാ കലോത്സവത്തിൽ, ജനഛായ മത്സരത്തിലൊക്കെ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു.
അങ്ങനെ കുറേ യാത്രകളൊക്കെ നടത്തി. അതിൻ്റെ ശേഷം മിനിയെ പലരും തിരിച്ചറിഞ്ഞു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മിനി പുറത്തെ ലോകം കണ്ടത്. ശരിക്കും മിനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാവാത്ത ഒരാൾ ഇന്ന് യാത്രകളെയാണ് ഇഷ്ടപ്പെടുന്നത്. ചെറിയ കുറിപ്പുകളൊക്കെ പത്രത്തിലും മറ്റും വന്നപ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതൊരു പുസ്തകമായി വന്നിരുന്നെങ്കിലെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഏകാന്തതയിലെ ഓർമ്മക്കുറിപ്പുകൾ എന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം ലൈവ് ബുക്സാണ് പുറത്തിറക്കിയത്. ആ പുസ്തകത്തിന് ഒരു അവാർഡ് കൂടി ഉണ്ടെന്ന് അറിഞ്ഞു. മാഷ് ഇന്നലെ വീഡിയോ ഒക്കെ വിട്ടു തന്നിരുന്നു പത്രസമ്മേളനം നടത്തുന്ന. ഇന്നിപ്പോൾ പത്രത്തിലും വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് ഞാൻ. എൻ്റെ ആദ്യ പുസ്തകം എറണാകുളത്ത് വെച്ചിട്ട് പ്രശസ്ത തിരക്കഥാകൃത്ത് എച്ച്.എൻ. സ്വാമിയാണ് എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയിരുന്നില്ലല്ലോ. അപ്പോൾ എന്ത് പറയുക, ഒരുപാട് സന്തോഷത്തോടെ അന്ന് ഞാൻ ആ പുസ്തകം സ്വീകരിച്ചു. അതുപോലെ തന്നെ എൻ്റെ മാഷ് വലിയ സപ്പോർട്ടാണ് ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മാഷിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാഷിൻ്റെ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ വീട്ടുകാരും അതുപോലെ എൻ്റെ വീട്ടുകാരും കൂടെ ഉണ്ട്. മാഷ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. 2 പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ കഥാകൃത്തും കൂടിയാണ് എൻ്റെ മാഷെന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് വലിയ ലോകത്തേക്ക് കടന്നു വന്നത്. സാക്ഷരതാ മിഷനും മാഷും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ലോകത്തേക്ക് കടന്നു വരില്ലായിരുന്നു. എഴുത്തിൻ്റെ ലോകം എനിക്ക് അന്യമാകുമായിരുന്നു. ഇന്ന് ഞാൻ വലിയൊരു ലോകത്താണ്. അക്ഷരങ്ങളും ഒരുപാട് സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു ലോകത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എഴുത്ത് മാത്രമല്ല, ചെറുതായിട്ട് ചിത്രം വരയ്ക്കും. സാക്ഷരതാ മിഷൻ്റെ കലോത്സവത്തിന് മലപ്പുറത്ത് ചിത്രരചനയിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് നേടിയിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോയി. ഇരുകാലുകളും തളർന്ന മിനി വീൽ ചെയറിലെത്തിയാണ് തിരുവനന്തപുരത്ത് കലോത്സവത്തിൽ പങ്കെടുത്തത്. നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇരുന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്കൊന്നിനും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇരുട്ടിൽ കൂടി ഇരിക്കുകയായിരുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ. അന്ന് എനിക്കൊന്നിനും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ എവിടേക്കോ എത്തി. എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നി. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ. അവരോട് പറയാനുള്ളത് അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കരുത്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുണ്ടാവും, അത് പുറത്തെടുക്കുക. ഇനിയും ഒരുപാട് എഴുതാൻ എനിക്ക് കഴിയട്ടെ. അതെല്ലാം പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങി ഒരുപാട് പുരസ്കാരങ്ങൾ മിനിയെ തേടിയെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരു ഫോൺ കോളിലോ ഒരു മെസ്സേജിലോ മിനിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയണം. അവരുടെ കൂടെ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. വലിയൊരു ഒന്നുമല്ല ഞാനെങ്കിലും മറ്റുള്ളവർ എന്നെ ഒരു എഴുത്തുകാരിയായി പറയുമ്പോഴും പരിചയപ്പെടുത്തുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്കുണ്ട്. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രോത്സാഹനമാണ് എനിക്ക് മുന്നോട്ടുള്ള വഴി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതുവരെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി. പുരസ്കാരങ്ങൾക്ക് നടുവിൽ പുഞ്ചിരി തൂകി നിൽക്കുമ്പോഴും മിനി ചേച്ചിക്ക് ഒന്നേ പറയുവാനുള്ളൂ: സാധ്യമാകാത്തതായി ഒന്നുമില്ല, പരിശ്രമിക്കുക. മിനി ചെല്ലൂർ എന്ന എഴുത്തുകാരിയുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നതിനൊപ്പം എല്ലാവർക്കും പ്രചോദനമാം വിധം ഇനിയും മുന്നോട്ടു പോകുവാൻ വേണ്ട എല്ലാ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്